ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി പാർട്ടി ലീഡർമാർ പങ്കെടുക്കും, അവിടെ സംസാരിക്കുകയും ചെയ്യും. ഘോരഘോരമാണോ അഘോരമാണോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി പറയുന്നതാണ്. അതിനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിൽക്കണ്ട. എല്ലാ ഔദ്യോഗിക പരിപാടികളിലും ഞങ്ങൾ പങ്കെടുക്കും. ഞങ്ങൾ മറ്റു സ്ഥലങ്ങൾ പ്രതിപക്ഷത്തെ പോലെയല്ല, ഏത് കാര്യങ്ങളിലും സഹകരിക്കുക എന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഏറ്റവും അവസാനത്തെ കൗൺസിലിൽ വരെ ഞാനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ചെയർപേഴ്സണ് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം 8+9, അതായത് ഒരു സ്വതന്ത്രനും ആ സ്വതന്ത്രൻ ഇത്രയും കാലം കഴിഞ്ഞ 4 വർഷം LDFന്റെ കൂടെയായിരുന്നു. ഇപ്പോൾ അവസാനം അദ്ദേഹത്തെ കോൺഗ്രസിൽ തിരിച്ചെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോകുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കണേ ഇദ്ദേഹം കോൺഗ്രസ് ആയി പോയി എന്നുള്ളത്. അപ്പൊ 9 പേരുടെ കണക്ക് പറയണ്ട, ഈ 8 പേരുടെ കഥ എങ്ങനെയാ വന്നേ? 8 പേരുടെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഉണ്ടല്ലോ. ഇവരെന്താ മുനിസിപ്പാലിറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ മുനിസിപ്പാലിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് അറിയാം, വിധേയൻ സിനിമയിലെ തൊമ്മിച്ചന്റെ കഥാപാത്രമാണിത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിർണായകമായിട്ടുള്ള ചില വിഷയങ്ങൾ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട പല സംഭവങ്ങളും തികച്ചും അനീതി അതുപോലെ തന്നെ തികച്ചും എതിർക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ അജണ്ടകൾ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന സമയത്ത് മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചിട്ട് ഈ പ്രതിപക്ഷാംഗങ്ങൾ, അതായത് കോൺഗ്രസിന്റെ 8 പേരും ഇറങ്ങിപ്പോവും. പിന്നെ ഞങ്ങൾ 17 പേരേ ഉള്ളൂ. അത് ഇവർക്ക് പാസ്സാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഭാസ്കര പട്ടേലർ വരുമ്പോ എന്തിനാ പറഞ്ഞത് നമുക്കറിയാം. ഈ തൊമ്മിച്ചൻ ഇറങ്ങി പോണ പോലുള്ള പരിപാടിയാണ്. വിധേയന്മാരാണ് എത്രയോ കാലങ്ങളായിട്ട് എല്ലാ അഴിമതിക്കും കൂട്ടുനിന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. പോളപ്പായലിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞു. ഈ പോളപ്പായലിന് ഞാൻ എതിർത്ത സമയത്ത് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ആയിട്ടുള്ള KV സാജു അദ്ദേഹം എഴുന്നേറ്റ് എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ സംഭാഷണം നടത്തി. അതിനുശേഷം ഇതേ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അജണ്ട പാസ്സായിക്കോട്ടെ, എന്നിട്ട് നമുക്കൊരു കമ്മിറ്റി വെക്കാന്ന്. അജണ്ട പാസ്സാക്കി 20 ലക്ഷം പുട്ടടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തൂട്ട് കമ്മിറ്റി? ഇതൊന്നും നടക്കാൻ പോണില്ല. എല്ലാ അഴിമതിക്കും കൂട്ടുനിന്നിട്ട് ഇവിടെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്, നമ്മളെ പനക്കൽ ഏരിയയിലെ ഞാൻ അവിടെ പോയി പരിശോധിച്ചതാണ്. 75 ലക്ഷം രൂപ മണ്ണിൻ്റെ അടിയിലാണ്. 75 ലക്ഷം രൂപ. അതുമാത്രമല്ല, അവിടെ ഈ നദീതട സംരക്ഷണ നിയമം നിലവിലുള്ള സ്ഥലമാണ്. അതുകൂടാതെ ഇത് പാടശേഖരമാണ്. ഇതൊക്കെ ബഹുമാനപ്പെട്ട മുൻ ചെയർപേഴ്സൺ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തണ്ണീർച്ചാൽ പാർക്കിൽ BPCL-ലാണ് അതിന്റെ പൂർണ്ണ ചെലവ് ഏറ്റെടുത്തിരിക്കുന്നത്. 1.5 ലക്ഷത്തിന്റെ കണക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് മുൻ ചെയർമാൻ മറുപടി പറഞ്ഞാൽ പറ്റൂ. മനസ്സിലായില്ലേ? ഇവിടെ ഈ CPM നടത്തുന്ന ഭരണസമിതി നടത്തുന്ന എല്ലാ അഴിമതിക്കും നിൽക്കുക. അതുപോലെ തന്നെ ഇവിടെ അവിശ്വാസത്തിന് പരസ്പരം സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണ്, മുൻ ചെയർപേഴ്സണ് ആലോചിച്ചില്ല എന്നുള്ളത്? അതായത് തികച്ചും മനഃപൂർവ്വമായിട്ടുള്ള ഇവരെല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇവിടെ 3ാമത്തെ അവിശ്വാസത്തിന്റെ സമയത്ത് നടന്നിരിക്കുന്നത്. ഓരോ അവിശ്വാസത്തിനും ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ സന്തോഷമാണ്. അതിന്റെ പേരിൽ വിലപേശൽ നടത്തുന്നുണ്ട്, അതിന്റെ പേരിൽ ധനസമാഹരണം നടത്തുന്നുണ്ട്. അഴിമതിയുടെ കേളി രംഗമായിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുന്നത്. ഇപ്പൊ 8 പേർ, ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഇദ്ദേഹം പറഞ്ഞ സമയത്ത് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കണിയാമ്പുഴ പാലം എത്ര വീതിയുണ്ട് അതിന്? അതൊരു കുപ്പിക്കഴുത്താണ്. അതുകൊണ്ട് അതിലെ വണ്ടികൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഈ മിനി ബൈപ്പാസ് ബാബു പണിതാണ്, സമ്മതിച്ചു. പക്ഷെ അത് വീതി കൂടിയിരുന്നെങ്കിൽ ഇന്ന് ആ യാത്രാ ദുരിതം പരിഹരിക്കാമായിരുന്നു. ഇതുപോലെ തന്നെ പലയിടത്തും ഇവർ കാണിക്കുന്ന വികസനം എന്ന് പറയുന്നത് വെറും കെട്ടുകാഴ്ച മാത്രമാണ്. അത് ജനോപകാരപ്രദമല്ല. എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് നോക്കുക. തണ്ണീർച്ചാൽ പാർക്കിന്റെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇതുവരെ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ മാസ്ക് മാറ്റിയിട്ടില്ല. ആ മാസ്ക് വെച്ച് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ 4 വർഷം വെറുതെ ഇരുന്നു, അടയിരുന്നിട്ട് ഇപ്പൊ അവസാനത്തെ ദിവസം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്തോ ഉണ്ടാക്കാൻ പോവാണെന്ന് പറയാണ്. ഇതൊന്നും നടക്കണ കാര്യമല്ലെന്ന് ഇവർക്കറിയാം. അതിനു വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് GCDAയിൽ നിന്നും കടം മേടിക്കുന്നു. വാസ്തവത്തിൽ എന്താ വേണ്ടിയിരുന്നത്? ഇനി GCDAയുടെ പണം തന്നെയാണെന്ന് ഇരിക്കട്ടെ, അതിന് ഈ 4 വർഷം മുൻപ് ചെയ്തിരുന്നുവെങ്കിൽ ഇതിന്റെ പകുതി എമൗണ്ട് പോലും ചെലവാക്കേണ്ടി വരില്ലായിരുന്നു. ഇതൊക്കെയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതി, വികസന മുരടിപ്പ്, ഇതെല്ലാമാണ് ഈ അഴിമതിയുടെ